ഇതാണ് മക്കളെ ഞാൻ പറഞ്ഞ ചന്ദനക്കാടുകൾ. ഇടുക്കിയിൽ ഞാൻ എപ്പോൾ പോയാലും ഒരിക്കലും മിസ് ചെയ്യാത്ത രണ്ട് സ്പോട്ടുകളാണ് ആനയിറങ്ങൽ ഡാമും ഗ്യാപ്പ് റോഡും. മിക്ക സമയങ്ങളിലും ഗ്യാപ്പ് റോഡിൽ കോടമഞ്ഞ് ഇറങ്ങാറുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് എന്തായാലും കോടമഞ്ഞുണ്ടായിരുന്നു. ഞങ്ങൾ ഈ കോടമഞ്ഞും വകഞ്ഞു മാറ്റി പോകുന്നത് മറയൂരിലേക്കും കേരളത്തിന്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലേക്കുമാണ്. മറയൂരിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ സ്വീകരിക്കുന്നത് വായുവിൽ പടരുന്ന ചന്ദനത്തിന്റെ സുഗന്ധമാണ്. ഇന്ത്യയിൽ തന്നെ പ്രകൃതിദത്തമായി ചന്ദന മരങ്ങൾ വളരുന്ന ഒരേ ഒരു സ്ഥലമാണ് മറയൂര്. റോഡിന്റെ ഇരുവശങ്ങളിലും കനത്ത സുരക്ഷയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഈ ചന്ദനക്കാടുകളിലൂടെയുള്ള യാത്ര അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. കാരണം ഞങ്ങൾ ആദ്യം അത്യാവശ്യം സ്പീഡിലാണ് പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞങ്ങൾ വണ്ടി സ്ലോ ആക്കിയിട്ട് ഫുള്ള് ഗ്ലാസ് ഓപ്പൺ ചെയ്തിട്ട് വളരെ പെതുക്കെയാണ് പിന്നെ അങ്ങോട്ട് യാത്ര ചെയ്തത്. കാരണം അവിടെ കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു ഫീല് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ അവിടെ ചെന്ന് തന്നെ അറിയണം. ഏകദേശം 57,000-ഓളം ചന്ദനമരങ്ങൾ ഉള്ളതായിട്ടാണ് കണക്ക്. 3,000 കോടിയോളം രൂപയുടെ മൂല്യമുണ്ട്. ഈ ചന്ദനമരങ്ങൾക്ക് നല്ല ഗുണനിലവാരം ഉള്ളതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ നല്ല മൂല്യവും നല്ല ഡിമാൻഡാണ് ഇതിന്. അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് മറയൂരിന്റെ സ്വന്തം അടയാളമായ മറയൂർ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനിയിലാണ്. പരമ്പരാഗത രീതിയിൽ യാതൊരുവിധ രാസവസ്തുക്കളും ചേർക്കാതെ കരിമ്പ് നീര് വറ്റിച്ച് ശർക്കര ഉണ്ടാക്കുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിച്ചു. ഞങ്ങൾ കുറച്ച് ശർക്കരയും പിന്നെ ശർക്കര പാനി, അതുപോലെ ചുക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങി. അങ്ങനെ ഞങ്ങൾ മറയൂരിൽ നിന്ന് നേരെ വെച്ചു പിടിച്ചത് കേരളത്തിന്റെ ആപ്പിൾ തോട്ടം എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിലേക്കാണ്.